Hello all, let's quickly look into the topic bad debt and provision for bad and doubtful debt. That too in 5 minutes. ഒട്ടുമിക്ക കുട്ടികൾക്ക് ഈ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എസ്പെഷ്യലി ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ന്യൂ ബാഡ് ഡെപ്റ്റ്. ഇതൊരു 4 സ്റ്റെപ്പ് സ്ട്രാറ്റജിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേഗം നോക്കിയാലോ നമുക്ക്. ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. Now what do you mean by old bad debt? Anything that comes inside the trial balance will be treated as old, and anything that comes outside the trial balance is an unadjusted item and it is a new item that need to be adjusted soon. Okay, again, old bad debt, add new bad debt, add new provision, less old provision. Example lode nokkiyalo namukku. Sundry debtors 30,000. Old bad debt which comes inside the trial balance is 5,000. And what about the provision for bad and doubtful debt that is already inside the trial balance, which is old provision 2,000. Now, additional information ആയിട്ട് നമുക്ക് മനസ്സിലായത് there is an extra 5,000 bad debt, further bad debt, and company has a policy of creating 10% provision for bad and doubtful debts every year. ഇതിനെ നമുക്ക് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്താലോ? ഞാൻ എന്താ സ്റ്റെപ്പ് പറഞ്ഞത്? ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. നമുക്ക് വേഗം ഓൾഡ് ബാഡ് ഡെപ്റ്റ് എവിടെ നിന്ന് കിട്ടും? ട്രയൽ ബാലൻസിനുള്ളിൽ നിന്ന് കിട്ടും. ആ ട്രയൽ ബാലൻസിനുള്ളിലുള്ള 5,000 തൂക്കി നേരെ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഇടുക. ഓൾഡ് ബാഡ് ഡെപ്റ്റ്. അതിന്റെ കൂടെ ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്, അതായത് ഫർദർ ബാഡ് ഡെപ്റ്റ്. ന്യൂ ബാഡ് ഡെപ്റ്റ് എവിടെ നിന്ന് കിട്ടും? അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടും. ന്യൂ ബാഡ് ഡെപ്റ്റിനെ തൂക്കി നേരെ ആ ഓൾഡ് ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്. So old bad debt 5,000, add new bad debt 5,000, 5,000 plus 5,000 10,000. Simultaneously what you have to do is balance sheet la sundry debtors which is 30,000, adinte kude adil ninnum 5,000 new bad debt ne minus ചെയ്ത് കാണിക്കുക. So 30,000 minus 5,000 25,000. Ipo what is the present value of debtor? 25,000. We have to create new provision which the company has a policy of creating 10% every year. ആ പുതിയ പ്രൊവിഷൻ നമ്മൾ ഇപ്പോഴത്തെ ഡെപ്റ്ററുടെ വാല്യൂ എന്ന് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ 25,000 നിന്ന് 25,000ന്റെ 10% is 2,500. So old bad debt, add new bad debt, add new provision which is 2,500. അപ്പൊ 10,000 add 2,500 we will get 12,500. അതിന്ന് ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യുക. ഓൾഡ് പ്രൊവിഷൻ എത്രയായിരുന്നു? 2,000. അപ്പൊ 12,500 മൈനസ് 2,000 we get the answer as 10,500. ഫൈനൽ ടച്ച്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്ററിന് പുതിയ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്തു, ഒപ്പം ഈ പുതിയ പ്രൊവിഷനും നമ്മൾ മൈനസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദ കറന്റ് വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ്. ഇനി എന്തെങ്കിലും പ്രൊവിഷൻ ചോദ്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡെപ്റ്ററുടെ വാല്യൂ എന്ന് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. എത്ര എളുപ്പം അല്ലേ? ഇങ്ങനത്തെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ 5 minutes കൊണ്ട് പഠിക്കണോ? ജോയിൻ എൻട്രി എലവേ.